ഇത് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. പ്രധാനമൂർത്തി ശിവനാണെങ്കിലും ഉപദേവനായ ഗണപതിക്ക് പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ മധൂർ മഹാഗണപതി ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മധൂർ മദനന്തേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ മദനന്തേശ്വരൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. നിത്യേന 3 പൂജയും ശീവേലിയുമാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുകൂടി മധുവാഹിനി പുഴ ഒഴുകിപ്പോകുന്നു. തുമ്പിക്കൈ വലതുഭാഗത്തേക്ക് വളഞ്ഞ രീതിയിലുള്ള വിനായകൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉദയാസ്തമന പൂജയും ഗണപതിക്ക് അപ്പവുമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. അതുകൂടാതെ മധൂർ ഗണപതിക്ക് നടത്തുന്ന അത്യപൂർവ നൈവേദ്യങ്ങളിൽ ഒന്നാണ് മൂടപ്പ സേവ. ശിവനെയും ഗണപതിയെയും കൂടാതെ ഉപദേവതകളായി ശ്രീ മുരുകനും ദുർഗാദേവിയും ശാസ്താവും കാശി വിശ്വനാഥനും വീരഭദ്രനും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വൈദേശിക ആക്രമണകാലം, അതായത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് മധൂർ ക്ഷേത്രത്തിൽ കയറി അക്രമം നടത്തി അവിടെ ടിപ്പുവിൻ്റെ വാള് കൊണ്ട് ഉള്ള പാട് ഇപ്പോഴും ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. ഏകദേശം 10 വർഷത്തോളമായി അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 90% ജോലിയും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലാണ് പുനഃപ്രതിഷ്ഠ കലശോത്സവം നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ധന്യമുഹൂർത്തത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടുക. വളരെ നല്ല ശാന്ത സുന്ദരമായൊരു ആംബിയൻസ് തന്നെയാണ് ശ്രീ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തിയാൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഗണേശ ഭഗവാന്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിൽ. വളരെയധികം ഭക്തജനങ്ങൾ ദിവസേന എത്തി ഗണേശ ഭഗവാന്റെ അനുഗ്രഹം തേടി പോകുന്നത് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ മണ്ഡലകാലമായതിനാൽ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ സ്വാമിമാരും മധൂർ ഗണേശൻ്റെ അനുഗ്രഹം വാങ്ങി അവിടെ നാളികേരമുടച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 15 ദിവസത്തോളമുള്ള ഉത്സവമാണ് ഏപ്രിൽ മാസത്തിലുള്ള പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശോത്സവത്തോടുകൂടി ഇവർ അമ്പല കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വരിക, ഗണേശ ഭഗവാന്റെ അനുഗ്രഹം നേടുക.